ഗ്രീൻ ആപ്പിൾ കൊണ്ടാണ് നമ്മളിന്ന് ഷേക്ക് റെഡിയാക്കുന്നത്. റെഡ് ആപ്പിളിൻ്റെ അത്രയും മധുരമില്ല ഈ ഗ്രീൻ ആപ്പിളിന്. പക്ഷെ നമ്മൾ ഷേക്ക് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. 2 ഗ്ലാസ് ഷേക്ക് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രോസൺ മിൽക്കാണ്. പാല് നേരത്തെ തന്നെ തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ബദാമാണ്. ബദാം ഇതുപോലെ തന്നെ രാത്രി സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു 15 ബദാമുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇത് റോബസ്റ്റ പഴം, ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് പീസസ് ആക്കിയിട്ട് മിക്സിയിലിടുക. അതുപോലെ തന്നെ പഴവും ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും അതുപോലെ തന്നെ ഡേറ്റ്സും അതെല്ലാം കൂടെ ഇട്ടിട്ട് അതേപോലെ പാലും ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മളിതിൽ പഴവും ചേർക്കുന്നുണ്ട്, അതേപോലെ ഡേറ്റ്സും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയും കൂടിയാണല്ലോ. ഇത് കണ്ടോ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ വലിയ ജാറിൽ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻസും കൂടി അറിയിക്കുക. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.